അവ്വൽ വഖ്തില് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ബറക്കത്തിനെ കുറിച്ച് മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്തു പറയുന്നുണ്ട്? അങ്ങനെ മൻ ഹഫിള സ്വലവാത്തിൽ ഖംസി ലിവഖ്തിഹാ വദാവമ അലൈഹാ, കൃത്യമായി അവ്വൽ വഖ്തിൽ നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹു അക്രമഹുല്ലാഹു ബിതിസ്ഇ കറാമാത്തിൻ, 9 ആദരവുകൾ അല്ലാഹു നൽകും. 9 കറാമത്തുകൾ അല്ലാഹു നൽകും. ഒന്ന്, അവ്വലുഹാ യുഹിബ്ബുഹുല്ലാഹ്, അയാൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതല്ലേ നമുക്ക് ഈ ലോകത്ത് കിട്ടേണ്ടത്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാന്റെ ഇഷ്ടം കിട്ടലല്ലേ അക്ബർ. എല്ലാത്തിനേക്കാളും വലുത് അതന്നല്ലേ, എല്ലാത്തിനേക്കാളും വലുത് അതല്ലേ. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാന്റെ ഇഷ്ടം കിട്ടും. അവ്വൽ വഖ്തിനെ കുറിച്ച് ഹദീസിലും ഉണ്ട്. അത് അള്ളാഹുവിന്റെ പൊരുത്തുള്ള സമയമാണ്. സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഡിലേ ആക്കരുത്. നിസ്കരിക്കും. വിശേഷിച്ച് ഉമ്മമാരതൊന്ന് ശ്രദ്ധിക്കണം. ബാക്കി കുറേ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ സജീവമാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വയലന്നെ അത്ര പിടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഓൺലൈൻ മജ്‌ലിസൊക്കെ കൂടുതൽ അനുഭവിക്കുന്ന ഉമ്മമാരാണെങ്കിൽ ഇതെല്ലാം പഴയ മാറ്റർ, പുതിയ ഒരു ദിക്റുസ്താദിന്റെ മജ്‌ലിസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങന്മാർ പറയലെന്നെ. ഓരിക്കിപ്പോൾ ഒരു പുതിയ ദിക്റെല്ലാം കിട്ടിയാലേ വയലന്നെ റാഹത്തുള്ളൂ. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫു, അതല്ല പണ്ടേ എന്ന് ചൊല്ലോ, അത് ചൊല്ലൂല. പിന്നെ എന്ത് വേണം? സുബ്ഹാനല്ലദി അൻജഹർഷുഹു അൽമിൽ സമാവാത്തില്ലദി ഫതറൽ ഖർന, അങ്ങനെ എന്തെങ്കിലും ഇതുവരെ കേൾക്കാത്ത വല്ല വസ്നാറ്റും ചൊല്ലിയാലേ റാഹത്താവുള്ളൂ നമ്മളെ ഉമ്മമാർക്ക്. ഈ ഓൺലൈൻ ദുരന്തങ്ങളിൽ വന്ന, ഓൺലൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ഒരു ദുരന്തമാണത്. കുറെ അവിടെ ഇവിടെയും കണ്ട ചിത്താരുസ്താദ് പച്ച ഭാഷയിൽ പറയാറുണ്ട്, വെള്ളപ്പേപ്പറിൽ കാണുന്ന കറുത്ത മഷിയിലുള്ളതെല്ലാം വിഴുങ്ങാനുള്ളതല്ല നമുക്കതിലൊക്കെ ഒരു നിലപാടുണ്ടാവണം. വാരിതായി വന്നതന്നെ എത്ര ചൊല്ലാനുണ്ട്, അതെന്നെ കൃത്യം കൊണ്ടുനടന്നാൽ എന്ത് രസമായിരിക്കും നമ്മളെ ജീവിതം തന്നെ. ഇത് ഓരോരാൾക്ക് ഗ്രൂപ്പിൽ എണ്ണ അറിയിക്കലാ പണി. 10,000 സ്വലാത്തെല്ലാം കുറേ ഗ്രൂപ്പുകൾ. ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു കൃത്യത ഉണ്ടാവണം. വാരിതായി വന്നത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ, വരുമ്പോൾ, ഉറങ്ങാൻ നേരത്തുള്ളത് ഉറക്കത്തു നിന്ന് ഉണരുമ്പോൾ, വീട്ടിൽ കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഉറങ്ങാൻ നേരത്തുള്ള ദിക്റുകൾ, ഭാര്യയെ സമീപിക്കുമ്പോൾ ഉള്ള ദിക്റുകൾ, ഭർത്താവിനെ സമീപിക്കുമ്പോൾ ഉള്ള ദിക്റുകൾ, തിന്നുമ്പോൾ, കുടിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, അതെന്നെ കറക്റ്റ് ചൊല്ലിയാൽ ആ ഗണത്തിൽ പെടുമെന്നാണ് ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതന്നെ ഏറ്റവും വലുത്. കുറേ ഇരുന്ന് ചൊല്ലാനും നമുക്ക് നടന്നോളുന്നില്ല. വാരിതായി വന്ന ചൊല്ലൽ നിർദ്ദേശം വന്ന, രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വന്ന ആ വിർദുല്ലത്തീഫും അദ്ദാ തന്നെ കൊണ്ടുനടന്നാൽ ധാരാളം നമുക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യുഹിബ്ബുഹുല്ലാഹ്, അവ്വൽ വഖ്തിൽ നിസ്കരിക്കുന്ന ശീലമുണ്ടോ അയാളെ അല്ലാഹു ഇഷ്ടപ്പെടും. 2, വയകൂനു ബദനുഹു സ്വഹീഹൻ, അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, അയാൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. 3, വതഹറുസുൽ മലായിക, മലക്കുകളുടെ കാവലുണ്ടാകും, മലക്കുകളുടെ ദുആ ഉണ്ടാകും. അയാൾക്ക് മലക്കുകൾ കർമ്മങ്ങൾക്ക് സാക്ഷി നിൽക്കും. കേട്ടിട്ടില്ലേ, അബൂ മഅ്ലക റളിയല്ലാഹു അൻഹു നല്ല ബിസിനസ്സുകാരനായ സ്വഹാബിയാണ്. ബിസിനസ് ആവശ്യാർത്ഥം യാത്ര തുടങ്ങി. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെപ്പരെ എനിക്കും ബിസിനസ് ചെയ്യാൻ പൂതിയുണ്ട്, എന്താ ചെയ്യണ്ടേ? ചേർന്നോളി. നിഷ്കളങ്കനായ അബൂ മഅ്ലക റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ കൂടിക്കോളി. അങ്ങനെ രണ്ടാളും ഷെയർ ബിസിനസ് എന്ന അർത്ഥത്തിൽ മുന്നോട്ട് പോയി. കുറേ യാത്ര മുന്നോട്ടെത്തിയപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അബൂ മഅ്ലക റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഈ മനുഷ്യൻ കെട്ടിയിട്ട്, കയ്യും കാലും കെട്ടിയിട്ട്, ഉറക്കത്തിൽ നെട്ടിപ്പോൾ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ട് എന്തേന്ന് വെച്ചു. നിങ്ങൾ മുഹമ്മദ് നബിനെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ, അപ്പൊ അയാളൊരു മുനാഫിഖായിരുന്നു. അപ്പൊ അബൂ മഅ്ലക റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ എന്റെ കെട്ടയിച്ച് മാലി മാലുക്, എന്റെ പണം നീ എടുത്തോളി, എന്നെ വെറുതെ വിടോ, അത് നീ തരോന്നും വേണ്ട. ഇയാൾ പറയാ, നിങ്ങളത് തരോന്നും വേണ്ട, നിങ്ങളെ പണം ഞാൻ എന്തായാലും എടുക്കും, നിങ്ങളെ കൊല്ലാനാണ് എൻ്റെ തീരുമാനം. ഓക്കെ, എന്നാൽ എൻ്റെ ഒരു ലാസ്റ്റ് ആഗ്രഹം എന്താണ്? ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ. 2 റക്അത്ത് നിസ്കരിച്ച് ദ്വാരന്നപ്പോൾ
ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഈ മുനാഫിക്കിന്റെ തല വെട്ടിയിട്ട് പോയിന്നാ കിതാബ് മുജാബുദ് ദഅവയിൽ ഹാഫിള് ഇബ്നു അബി ദുന്യ റഹിമഹുള്ള ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ട, നിസ്കാരത്തിന് വലിയ പവറുണ്ട്. മഹാന്മാർക്ക് എന്ത് വിഷമം വന്നാലും അവര് 2 റക്അത്ത് അല്ലാഹുവിനോട് വർത്താനം പറയും. അതിലേക്ക് നമ്മൾ എത്തണം. അടുത്തത് വതൻസിലുൽ ബർക്കത്തു ഫീ ദാരിഹി. സമയത്തിൽ നിസ്കരിക്കുന്ന വീട്ടുകാരാണോ അവരുടെ വീട്ടിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വീട്ടിൽ ബർക്കത്തില്ലാതായി പോകുന്നു. 3 മക്കൾ അബുദാബിയിലും ഖത്തറിലും കുവൈത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും എന്താ പറയാ ഒരു തികയുന്നില്ല. എന്താന്നറിയില്ല ഉസ്താദ്, കൈക്കറ്റ് ഓട്ടയാറ്റുണ്ടോന്ന്, കണ്ണേറുണ്ടോന്ന്. കണ്ണേറല്ല, മൂക്കേറുണ്ട്. അത്ര തന്നെ കണ്ണേറ്. സുബീക്ക് എണീക്ക ആദ്യം. ഉപ്പിയുമ്മയും സുബീക്ക് എണീച്ചാൽ മാത്രം പോരാ, മറിച്ച് എല്ലാവരും വീട്ടിൽ എഴുന്നേൽക്കുന്നവരാവണം. 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കാരത്തിന് വിളിക്കണം, വിളിച്ചുണർത്തണം. 7 വയസ്സായാൽ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അത് ഹദീസിലുള്ളതാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ അത് ആണായാലും ശരി പെണ്ണായാലും ശരി 7 വയസ്സ് മുതൽ കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വല്ലംറുലിൽ വുജൂബ്, കൽപ്പിക്കണം എന്നുള്ള കീർത്തന നിർബന്ധത്തിന്റെ കീർത്തനയാണ്. വതർക്കുൽ വാജിബ് മഅസിയത്തുൻ, അങ്ങനെ ഉപ്പയോ ഉമ്മയോ വിളിച്ചുണർത്തിയിട്ടില്ലെങ്കിൽ 2 പേരും ഹറാമ് ചെയ്ത കുറ്റക്കാരായി മാറും. അപ്പൊ വെള്ളിയാഴ്ച മദ്രസയില്ല, വിളിക്കുന്നില്ല ഫാത്തിമാന സുബീക്ക്, അബ്ദുല്ലാനെ വിളിക്കണില്ല എങ്കിൽ ഉപ്പയും ഉമ്മയും നിസ്കരിച്ചാൽ മാത്രം പോരാ, അവർ ഹറാമിന്റെ കുറ്റക്കാരാണ്. വൽ ഇസ്റാറു അലൈഹ, അങ്ങനെ നിരന്തരം +1കാരനെ SLC-കാരനെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാതെ വിളിക്കാതെ ഇരുന്നാൽ എന്താ സംഭവിക്കുക? മുസ്തിത്തുൽ അദാലത വ മുസ്ബിത്തുൽ ഫിസ്ഖ വഹും ഫാസിഖൂൻ. ഈ ഉപ്പിയുമ്മി ഫാസിഖായി മാറും. കാരണം സ്ഥിരം ഹറാമ് നടക്കുകയാണ്. ഇതാണ് നമ്മളെ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിക്കാഹു ബിശഹാദത്തിഹിം, അവര് സാക്ഷി നിന്നാൽ ആ പള്ളിയിൽ നടന്ന നിക്കാഹ് സാക്ഷി നിന്നത് ഇയാൾ സാക്ഷി നിന്നുകൊണ്ട് തന്നെ ആ നിക്കാഹ് സ്വഹിയാവില്ല. ഈ ഒപ്പിട്ട് 2 ആളുണ്ടല്ലോ, അല്ലെങ്കിൽ കേട്ടു എന്ന് പറയുന്ന ആള്, ഇവര് പേരക്കുട്ടികളെയും മക്കളെയും സുബീക്ക് വിളിക്കാത്തവരും അല്ലെങ്കിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലും അല്ലെങ്കിൽ ആ സ്കൂളിലും ചേർത്തവരുമാണെങ്കിൽ വഹും ഫാസിഖൂൻ, ഒരു ഫാസിഖീങ്ങളാണ്. ഫാസിക്ക് നിക്കാഹിന് സാക്ഷി എന്നാൽ സാക്ഷി സ്വീകരിക്കില്ല. വലൗകാനു അൽഫൻ, അങ്ങനെ 1000 ആൾ ആ പള്ളിയിലുണ്ട്, മൈക്കിലൂടെ എല്ലാവരും കേട്ടു, നിക്കാഹ് സ്വഹിയാവില്ല. വെറുതെ മനുഷ്യന്മാരുടെ നിക്കാഹ് ബാത്തിലാക്കരുത്. പുറത്ത് കാപ്പിയും അണ്ടിപ്പരിപ്പല്ലുണ്ട്, സമൂസയും ഉണ്ടാവും, എടുത്ത് വിട്ടോളി. നിക്കാഹിന് സാക്ഷിക്ക് ഭയങ്കര എവിടെ ഒപ്പിടണ്ട് ഇതാ നമ്മൾ ചോദിക്കല്. നമ്മൾ അതിന് അർഹരാണോ? നമ്മൾ മക്കളെ മര്യാദയ്ക്ക് വളർത്താറുണ്ടോ? ഈ പറഞ്ഞത് നമ്മുടെ നാട്ടുകാരനായ വലിയ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ശർഹ് മുഖ്തസർ ശുഅബുൽ ഈമാനിൽ പറഞ്ഞതാ. ഈ പറഞ്ഞ ഇബാറത്ത് മുഴുവനും നേരെ ആ ടെക്സ്റ്റ് അങ്ങ് കാണാവുന്നതാണ്. അപ്പൊ നിസ്കാരം കൽപ്പിക്കണം, അഹ്ലുകാരെ കൽപ്പിക്കണം. അങ്ങനെ കറക്റ്റ് നിസ്കരിക്കുന്നവരാണെങ്കിൽ അടുത്തത് സ്വാലിഹീങ്ങളുടെ അടയാളം അവരുടെ മുഖത്തുണ്ടാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. അടുത്തത് കറക്റ്റ് നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് വഅദ് വേഗം മനസ്സിൽ പതിയും, ഖൽബിൽ ഉണ്ടാവും. ആരുടെ ഉപദേശവും അവരുടെ മനസ്സിൽ വേഗം തട്ടും. അവർ വേഗം കരച്ചിലേക്ക് പോകും. അവർ വേഗം ആഖിറത്തെ ഓർമ്മിക്കുന്നവരാകും. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോഴത്തെ വയലൊന്നും പണ്ടത്തെ പോലും ഒരു ഇത് കിട്ടുന്നില്ല അല്ലേ? വയലിനാ കുറ്റം, കേൾക്കുന്നതല്ല. എന്തുകൊണ്ടായി സംഭവിക്കുന്നത്? എന്താ സംഭവിക്കാനുള്ള കാരണം? അവ്വല് വഖ്തില് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്തെ പരിഗണിക്കാത്തവരാണ്. തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ ബഹറുൽ ഉലൂം അഥവാ ബഹറുൽ ഉലൂം എന്ന് പറഞ്ഞാൽ തഫ്സീർ സമർക്കന്ദിയുടെ ഒറിജിനൽ പേരാ. ആ തഫ്സീർ സമർക്കന്ദിയിൽ കാണാം, അവർ ബാങ്ക് കൊടുത്താൽ നിസ്കാരമല്ലാത്ത കാര്യത്തിൽ എൻഗേജ് ആകും. അത് നിസ്കരിക്കാലോ, അസർ വരെ സമയമുണ്ടല്ലോ. 3:58 ചെറിയ ആൾ ളുഹർ നിസ്കരിക്കല്, അടുക്കള പണി എല്ലാം കഴിഞ്ഞിട്ട് 6
40 ചിലര് സുബി നിസ്കരിക്കുക. അപ്പൊ ഉമ്മ ചോദിക്കുകയാണ്, നീയല്ല എന്ത് സുന്നത്തെ മേത്തെന്ന് വെച്ച് നടക്കുന്നുണ്ടോ, എന്റെ സുബി കള്ളായില്ലേ? അപ്പൊ ഇവൻ പറയേ സുബി ഒന്നും കള്ളായില്ല. ഉപ്പ പള്ളിയിൽ പോയി ഇവിടുന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടാ പോയത്. ബാങ്ക് കൊടുത്തിട്ടാണല്ലോ സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് 1 മണിക്കൂർ കേട്ട് എന്നിട്ട് ഉപ്പ തിരിച്ചു വരുമ്പം ഒരു ചായ കുടിച്ചിട്ടാ വരുന്നത് എനിക്ക് തന്നെ അറിയാം. അതും കഴിഞ്ഞ് ഇവിടെ വന്ന് പത്രം വായിച്ച് ബാത്റൂമിലേക്ക് പോകാനിരിക്കുമ്പോ അല്ലേ നീ പറഞ്ഞത് ഉപ്പ പോലെ ഞാൻ കൊടുക്കട്ടെ? അതെ, എന്നിട്ട് നിന്റെ നിസ്കാരം കള്ളായിട്ടില്ല എന്ന് പറയും. അപ്പൊ ഇവന്റെ ഉത്തരം കേട്ടോളി, ഭാവിയിൽ നമുക്ക് സംവാദത്തിന് മുഖാമുഖത്തിനൊക്കെ അയക്കാൻ പറ്റുന്ന തീപ്പാർന്ന ഉത്തരം ഇവൻ പറയല്. എന്താ പറയുന്നറിയോ? 6:42 കള്ളാല്, ഞാൻ 6:40 നിസ്കരിച്ചിന്. എന്റെ മോന, എങ്ങനെയുണ്ട്? അങ്ങനെ ഇവന്റെ ഒരു ളുഹറോ അസറാറ്റ് അങ്ങനെ നിസ്കരിക്കുമ്പോ ഒരു 2 റക്അത്ത് കഴിഞ്ഞിട്ട് അടുത്ത വാങ്ക് കൊടുത്തു, അസർ വാങ്ക് കൊടുത്തു എന്ന് വിചാരിച്ചു. 3:58 നിസ്കരിക്കുമ്പോൾ 3:59 അല്ലെങ്കിൽ 4 മണിക്ക് അസർ വാങ്ക് കൊടുത്തു. ബാക്കി 1 റക്അത്തോ 2 റക്അത്തോ ബാങ്ക് കഴിഞ്ഞിട്ടാണ് നിസ്കരിച്ചത്. അപ്പൊ ആരോ പറഞ്ഞു, ഈ പേ നിസ്കാരം ബാങ്ക് കൊടുക്കുമ്പോൾ ളുഹർ കള്ളായില്ലേ? കള്ളായിട്ടൊന്നുമില്ല. 1 റക്അത്ത് സമയത്തിന്റെ പൂർത്തിയാകുന്നതിന് മുമ്പായാൽ അത് അതാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടോ എൻ്റെ മസല? ഓനെ നന്നാക്കുകയെ ചെയ്തത്, എല്ലാം ഓനെ മോശമാക്കുകയെ ചെയ്തത്. ഒരു മസല പഠിച്ചാൽ നന്നാവാൻ വേണ്ടി മോശമാകാൻ വേണ്ടേ? എന്നിട്ട് ഓനിക്ക് പറ്റിയ ആരോ ഉണ്ട്, ഓൻ്റെ പരം കുറച്ച് പഠിച്ചിട്ട് മുങ്ങി. അതെ, പിന്നെ അങ്ങനെ 2 റക്അത്ത് സമയത്ത് കിട്ടീനെ, 2 റക്അത്ത് അസർ ആയത് കലാവോ ഇല്ലയോ? പുസ്തകം ഡ്രൈവർ ആയ തിരക്കിലോ മറ്റ് ക്ലാസ്സിലോ ആയതുകൊണ്ട് നോ എന്ന് കല ആയിട്ടില്ല എന്നങ്ങനെ ഉത്തരം കിട്ടാല് ആ ഉസ്താദിന് 5 തിജ്ജും 3 പൂവും 8 ലയിക്കും. ആർക്ക് വേണ്ടിയിട്ടാ മോനെ നിസ്കരിക്കണം? ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കണത്? അങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കുക. ബാങ്ക് കൊടുത്ത ഉടനെ റഹിമല്ലാഹു ഇബ്ന അബി റവാഹ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങളെ പോലെ നമുക്കാവാൻ പറ്റണം. അടുത്തത് അള്ളാഹു കൊടുക്കുന്ന ഒരു പവർ, വയമുറു അലസ്സിറാത്തി കൽബർഖിൽ ലാമിഅ, മിന്നൽ പിണർ വേഗത്തിൽ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകും. തീർന്നില്ല. വയുൻജില്ലാഹു മിനന്നാർ, അവർക്ക് നരകമോചനം അല്ലാഹു നൽകും. വയുൻസിലുല്ലാഹു ഫീ ജിവാരില്ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഔലിയാക്കളുടെ കൂടെ സ്വർഗം അല്ലാഹു നൽകുന്നതാണ്.